ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം എനർജീസ് ആണുള്ളത് നോക്കാം. പോസിറ്റീവായിട്ടിരിക്കണേ. അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന നല്ലൊരു ദിവസം തന്നതിന് നന്ദി എന്ന് പറഞ്ഞിട്ടിരിക്കണം കേട്ടോ. ഇതെല്ലാം നല്ല കാര്യങ്ങൾ സംഭവിച്ചതിന് നന്ദി എന്ന് പറഞ്ഞിട്ടിരിക്കണം. നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഓക്കെ, നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഫസ്റ്റ് കാർഡ് വന്നിട്ട് സ്റ്റാർ കാർഡാണ്. അപ്പോൾ ഒരു ഹീലിംഗ് നടക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഭയങ്കര ട്രോമാറ്റിക് ആയിട്ടിരുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നേ ദിവസം ചിലപ്പോൾ മൂഡ് സ്വിങ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബിക്കോസ് നിങ്ങൾ ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിലപ്പോൾ മറന്നു പോയിട്ടുള്ള കാര്യങ്ങളെ വീണ്ടും വീണ്ടും ചിലപ്പോൾ ഓർമ്മിപ്പിച്ചു എന്ന് വരും. ഈ ഒരു ഹീലിംഗ് പ്രോസസ്സിനകത്ത് ചിലപ്പോൾ സംഭവിക്കുന്ന കാര്യമാണ്, നമ്മൾ ഏത് ട്രോമയിൽ നിന്നാണോ വന്നത് ആ ട്രോമയിൽ നിന്നെല്ലാം നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ടാവും, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ടാവും, നമ്മൾ സ്ട്രോങ് ആയിട്ടിരിക്കുന്നുണ്ടാവും. പക്ഷേ ചില ദിവസങ്ങളിൽ ചില സമയങ്ങളിൽ നമ്മുടെ കൈവിട്ടു. അപ്പോൾ ഭയങ്കര മൂഡ് സ്വിങ്സ് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട, അത് നിങ്ങൾ ഹീലാവുന്നതാണ്. ഓക്കെ, മേ ബി നിങ്ങൾ എന്തൊരു പ്രശ്നത്തിൽപ്പെട്ടിട്ടാണോ നിങ്ങൾ ഈ ട്രോമയിലായിട്ട് നിങ്ങളൊരു സ്പിരിച്വൽ ജേർണിയിലേക്ക് വന്നിട്ടുള്ളത്, ആ പ്രശ്നത്തിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ, അത് ആരായിക്കോട്ടെ, ആ ആൾ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് ഈ സെയിം മിസ്സിങ് ഫീലിങ്ങോ ആ സെയിം ട്രോമാറ്റിക് ഫീലിങ്ങോ വീണ്ടും വീണ്ടും വരാൻ സാധ്യതയുണ്ട്. അത് അയാളുടെ എനർജി നിങ്ങൾക്ക് മിറർ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ നമ്മുടെ ജേർണിയിൽ പോയിക്കൊണ്ടിരിക്കുക, നമ്മൾ നമ്മുടെ കാര്യം നോക്കിക്കൊണ്ടിരിക്കുക. അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. നമ്മൾ നമ്മുടേതായ രീതിയിൽ മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് അവിടെ ചെയ്യാനുള്ളത്. ഒരു ഹീലിങ്ങിൻ്റെ കാർഡാണ്. വളരെ പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്നു എന്നാണ്, വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു, വളരെ കാമായിട്ടിരിക്കാൻ പറ്റുന്നു എന്നാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വളരെ പ്രതീക്ഷയുള്ള ദിവസമാണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എത്ര നന്നായിട്ട് എത്ര പോസിറ്റീവായിട്ടൊരു കാര്യം നടക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു അത്രത്തോളം അത് നടക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ഓക്കെ, അപ്പോൾ വളരെ പോസിറ്റീവായിട്ടിരിക്കുക, വളരെ പ്രതീക്ഷയോടുകൂടി ഇരിക്കുക. ഓക്കെ, നിങ്ങൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് നിങ്ങളിലേക്ക് വരാൻ അത്രത്തോളം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചും പ്രതീക്ഷിച്ചും ഇരിക്കുക. ക്വീൻ ഓഫ് കപ്സ് ആണ് ഇത്. മറ്റുള്ളവരോട് നിങ്ങൾക്ക് വല്ലാത്ത സിമ്പതി പ്ലസ് എമ്പതി തോന്നുക. നിങ്ങളുടെ കയ്യിലുള്ള എന്ത് സാധനം അൺകണ്ടീഷണലായിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് ഇന്ന് മനസ്സുണ്ടാവും. മറ്റുള്ളവരെ ഹീൽ ചെയ്യാൻ പറ്റും, നിങ്ങൾ ഹീൽ ചെയ്യണം. അപ്പോൾ ഇന്നൊരു മൊത്തത്തിലൊരു ഹീലിങ്ങിൻ്റെ ഒരു എനർജിയിലോട്ടൊക്കെയാണ് വരുന്നത്. നിങ്ങൾ മറ്റുള്ളവരെ ഹീൽ ചെയ്യുക മീൻസ് മറ്റുള്ളവർക്ക് പറയാനുള്ള അവരുടെ സങ്കടങ്ങൾ കേൾക്കുക, അവർക്ക് ആശ്വാസം പറഞ്ഞു കൊടുക്കുക, അതോടൊപ്പം നിങ്ങളും ഹീലാവുക എന്നാണ്. അപ്പോൾ മറ്റുള്ളവരുടെ പ്രശ്നം കേൾക്കുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന പരിഹാരത്തിലൂടെ നിങ്ങൾക്കും പരിഹാരം നിങ്ങൾ തന്നെയാണ് കണ്ടെത്തുന്നത്. നിങ്ങൾ മറ്റുള്ളവർക്കുള്ള പരിഹാരത്തിലൂടെ നിങ്ങൾക്കും കൂടിയുള്ള പരിഹാരമാണ് കണ്ടെത്തുന്നത്. അപ്പോൾ അതിലൂടെ നിങ്ങളുടെയും ഒരു ഹീലിംഗ് പ്രോസസ്സ് നടക്കുന്നു എന്നാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് മറ്റുള്ളവർ വന്ന് നിങ്ങളോട് സഹായം ചോദിക്കുന്നുണ്ടാവും, നിങ്ങൾ കൊടുക്കുന്നുണ്ടാവും, അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഹീലാവുന്നു എന്നാണ് കാണുന്നത്. ഓക്കെ, പിന്നെ ഇന്ന് ഒരു അൺകണ്ടീഷണൽ ലവ് ആയിരിക്കും എല്ലാവരോടും ഒരു പ്രത്യേക സ്നേഹം, ഒരു മദർലി അഫെക്ഷനൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. നമ്മുടെ കയ്യിലുള്ള എന്ത് സാധനം മറ്റുള്ളവർക്ക് കൊടുക്കാനൊരു വേദന, വിഷമം, ബുദ്ധിമുട്ടൊന്നും തോന്നാൻ സാധ്യതയില്ല. ഒരു സെൽഫ്ലെസ് ആയിട്ടുള്ളൊരു എനർജിയാണ് ഇന്നത്തെ ദിവസം ഉള്ളത്. ഒരു തരം ഒരു മദർലി അഫെക്ഷനാണ്, ഒരു വാത്സല്യമുള്ള ഒരു സ്നേഹം തോന്നുന്ന ഒരു മദർലി അഫെക്ഷനാണെന്ന് ഉള്ളതായിട്ട് കാണുന്നത്. ദെൻ 8 ഓഫ് കപ്സ് ആണ് ഇത്. ചിലയിടങ്ങളിൽ നിന്ന് നിങ്ങൾക്കൊരു ഗൈഡൻസ് ആണ്. ചിലയിടങ്ങളിൽ നിങ്ങളെ ആവശ്യമില്ലാത്ത ചിലയിടങ്ങളിൽ അവിടെ നിങ്ങൾ പോയി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ആ ഒരു ഗ്യാങ് അല്ലെങ്കിൽ ഏതൊരു ഗ്യാതറിംഗ് ആണോ അവിടെ നിങ്ങളൊരു അധികപ്പറ്റാണ് അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ആവശ്യമില്ല എന്ന് തോന്നിയാൽ നെക്സ്റ്റ് മൊമെൻറ്റിൽ നമ്മുടെ ഒരു പ്രസൻസ് അവിടെ നിന്ന് മാറ്റുക എന്നുള്ളതാണ് അവിടെ ആദ്യം ചെയ്യാനുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റ് ചെയ്യേണ്ട ദിവസമാണ്, ഒരു ലെറ്റ് ഗോ ചെയ്യേണ്ട ദിവസമാണ്. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഇടങ്ങളിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പോകുന്നുള്ളത്, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത മനുഷ്യരെ നിങ്ങളിൽ നിന്ന് ഇറക്കി വിടുക, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഇമോഷൻസിനെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. ഇതൊരു തരം ഫൊർഗീവിങ് ആൻഡ് ലെറ്റ് ഗോയിങ് ആണ്, ലെറ്റിംഗ് ഗോയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതിനെല്ലാം നിങ്ങൾ വിട്ട് കളഞ്ഞേക്കുക. അത് നിങ്ങൾ വെറുതെ ഹോൾഡ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ എനർജി വെറുതെ പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അത്തരത്തിലുള്ള എനർജികളെ ഹോൾഡ് ചെയ്യേണ്ട. 8 ഓഫ് കപ്പ് എന്ന് പറയുന്നത് ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആയേണ്ട ഇടങ്ങളിൽ ഇമോഷണൽ ഡിറ്റാച്ച്ഡ് ആയിട്ട് തന്നെ ഇരിക്കുക. നിങ്ങൾ ഒരു കാരണവശാലും അവിടെ ഒരു കോംപ്രമൈസിന് പോകേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, നിങ്ങളോട് ഇങ്ങോട്ട് ചിലർ ഒരു മദർലി അഫെക്ഷനോട് കൂടി പണ്ടുണ്ടായിരുന്ന സ്നേഹം പുതുക്കാനൊക്കെ വന്നാലും നിങ്ങൾ ഒരു കൈ അകലത്തിൽ മാത്രം നിന്നിരുന്നാൽ മതി. ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അത് തന്നെ നിങ്ങൾ തുടർന്നാൽ മതി. നിങ്ങൾ ഇന്ന് പ്രത്യേകം അവർ
അവർ കാണിക്കുന്ന കള്ള സ്നേഹത്തിലൊന്നും കപട സ്നേഹത്തിലൊന്നും വീണ് പോകേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, അപ്പോൾ പിരിഞ്ഞ് നിൽക്കുന്ന ആളുകൾ ചിലപ്പോൾ നിങ്ങളോടൊന്ന് വലിയ സ്നേഹം കാണിച്ചൊക്കെ വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ, അതാണ്. അപ്പോൾ ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നൈറ്റ് ഓഫ് സോർട്സ് ആണ് ഇത്. ഒരുതരം എന്താണ്, എടുത്തുചാട്ടം ഉണ്ടാവുക, ഒരു പുനരാലോചന ഇല്ലാതെ പെട്ടെന്ന് ഒരു ക്വിക്ക് ഡിസിഷൻ എടുക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നൊക്കെയാണ് ഈ നൈറ്റ് ഓഫ് സോർട്സ് പറയുന്നത്. അതുപോലെ വേഗം ഇന്നെല്ലാം ഭയങ്കര സ്പീഡിലായിരിക്കും, വണ്ടി ഓടിക്കുന്നത് സ്പീഡിൽ, ജോലി ചെയ്യുന്നത് സ്പീഡിൽ, ഒരു പാഷനില്ല, പക്ഷെ വെറുതെ ഇങ്ങനെ പെട്ടെന്ന് ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് എന്തോ വേഗതയിലെല്ലാം ചെയ്യുന്നു എന്നാണ് ഈ നൈറ്റ് ഓഫ് സോർട്സ് പറയുന്നത്. ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാം വേഗത്തിൽ ചെയ്യാനുള്ളൊരു ടെൻഡൻസി കാണും, പക്ഷേ പാഷനേറ്റ് അല്ല. പ്ലസ് ഈ പാഷനേറ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ വിരസത തോന്നും. കുറച്ച് കഴിയുമ്പം എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് നോക്കുമ്പോൾ ഒരു വിരസത തോന്നുക, ഒരു മടുപ്പ് തോന്നുക, അപ്പോൾ നമുക്ക് മറ്റുള്ളവരോട് ഒരു ഇഷ്ടക്കേട് തോന്നുക, കോൺഫ്ലിക്റ്റ് ഉണ്ടാവുക, അതൊക്കെയാണ് നൈറ്റ് ഓഫ് സോർട്സ്. ഒരു കോൺഫ്ലിക്റ്റിൻ്റെ എനർജി ഒക്കെ ഉണ്ട് കേട്ടോ. അതാണ് നൈറ്റ് ഓഫ് സോർട്സ് എന്ന് പറയുന്നത്. ക്വിക്ക് ഡിസിഷൻ എടുക്കുക, ക്വിക്കായിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളതാണ്, പക്ഷേ അവിടെ ഒരു പാഷൻ ഇല്ല എന്നാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പെട്ടെന്ന് ജോലികളൊക്കെ ചെയ്ത് തീർക്കാനുള്ളൊരു ടെൻഡൻസിയും വേഗത്തിൽ വണ്ടി ഓടിക്കാനുള്ള ടെൻഡൻസിയൊക്കെ ഉണ്ടായിരിക്കും, ഒന്നും വേണ്ട. ഇത് 3 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇതൊരു ഗൈഡൻസ് കിട്ടുന്നതിൻ്റെ എനർജിയാണ്. നിങ്ങളൊരു ഗൈഡൻസ് എടുക്കുന്നുണ്ടാവാം, മറ്റുള്ളവരിൽ നിന്നൊരു സഹായം, മറ്റുള്ളവരിൽ നിന്നൊരു ഗൈഡൻസ്, ഉപദേശം സ്വീകരിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മധ്യസ്ഥതയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം പറഞ്ഞ് പരിഹരിക്കുക, അല്ലെങ്കിൽ കൂടി ആലോചിച്ചൊരു കാര്യത്തിന് തീരുമാനം ഉണ്ടാക്കുക. ചിലപ്പോൾ ഇന്നൊരു മീറ്റിങ്ങോ ഒരു ഗ്യാതറിങ്ങോ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. അതാണ് 3 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. അതുപോലെ ഒരാൾ പറയും, നമ്മൾ കേൾക്കും, അവർ എന്തെങ്കിലുമൊക്കെ നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കും. അപ്പോൾ ഇതൊരു ഒരുതരം ഒരു ടീം വർക്കാണ്, കൊളാബറേഷൻ്റെ കാർഡാണ് 3 ഓഫ് പെൻറ്റക്കിൾസ്. അതുപോലെ തന്നെ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ നിങ്ങളിന്ന് പഠിക്കാനായിട്ട് പോകുന്നുണ്ടായിരിക്കും, പുതിയ കാര്യം പഠിക്കുക, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരുന്നതിൻ്റെ തുടരായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുക, ഇതൊക്കെയാണ് 3 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ ഒരു ഗൈഡൻസിൻ്റെ കാർഡാണ്. അതുപോലെ തന്നെ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യാമെന്നാണ്. ഇന്ന് നിങ്ങൾ പരസ്പരം അകന്ന് നിൽക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കാനൊക്കെ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. ഒരു മീറ്റിങ്ങിലൊക്കെ പങ്കെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ കൂടെ കാർഡാണ് കേട്ടോ. നിങ്ങളൊരു സ്കില്ല് പഠിക്കാൻ വേണ്ടി ആരുടെയും അടുത്ത് പോകുന്നതോ പുതിയ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തിട്ട് അതിൽ നിന്ന് അതിൻ്റെ നെക്സ്റ്റ് ലെവൽ ഓഫ് സ്റ്റഡീസിലേക്ക് പോകുന്നതൊക്കെ ആകാൻ സാധ്യതയുണ്ട്. 3 ഓഫ് പെൻറ്റക്കിൾസ്. ദെൻ 8 ഓഫ് വാണ്ട്സ് ആണ്. ഇതൊരു കമ്മ്യൂണിക്കേഷൻ്റെ കാർഡാണ്, എയർ ട്രാവലിൻ്റെ കാർഡാണ്, അതുപോലെ മാനിഫെസ്റ്റേഷൻ വർക്കാവുന്നതിൻ്റെ കാർഡാണ്. നിങ്ങളുടെ ആക്ഷൻസ്, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് വർക്കാവുന്നതിൻ്റെയും മാനിഫെസ്റ്റേഷൻസ് ആക്ഷൻ എടുക്കുന്നതിൻ്റെയൊക്കെ കാർഡാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു കമ്മ്യൂണിക്കേഷൻ കാത്തിരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നൊരു കോൾ വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു കോൾ ഇന്ന ദിവസം വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ അബണ്ടൻസ് തരുന്നതാവാം, ഫ്യൂച്ചറിൽ ഹാപ്പിനെസ് തരുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് നാളായിട്ടൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നൊരു കോളായിരിക്കാം, അത് കിട്ടാൻ സാധ്യതയുണ്ട്. കോളാകാം, മെസ്സേജ് ആവാം, ഇമെയിൽ ആവാം, എ കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അത് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതാണ്, അത് നിങ്ങളിലേക്ക് വരുവാണ്. ഇതൊരു പക്ഷേ നിങ്ങൾ ഒരുപാട് നാളായിട്ട് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യമായിരിക്കാം, അപ്പോൾ അത് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് 8 ഓഫ് വാണ്ട്സ് പറയുന്നത്. ഒരു കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, പ്ലസ് ഇത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്കാവുന്നു എന്ന് ഞാൻ പറഞ്ഞു. അത് ചിലപ്പോൾ വീട് മാറി പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വീട് മാറി പോകാൻ പറ്റുന്നതായിരിക്കും, ജോലി ഷിഫ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ പറ്റുന്നതായിരിക്കും. ഇനി അതല്ല, നിങ്ങൾക്കൊരു യാത്ര പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് യാത്ര പോകുന്നതാകാനും സാധ്യതയുണ്ട്. ഇനി സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ തമ്മിൽ യാത്ര ചെയ്തു പോയി പരസ്പരം കാണുക എന്നൊരു എനർജിയും കൂടി ഇവിടെ ഉണ്ട്. ഇതൊരു യാത്രയുടെയും കൂടെ കാർഡാണ്. എസ്പെഷ്യലി എയർ ട്രാവലാണ്, അല്ലെങ്കിലും റോഡ് ട്രാവലും ആകാം. ഓക്കെ, അപ്പോൾ ഒരു യാത്ര കാണുന്നുണ്ട്, വിദേശത്ത് നിന്ന് നാട്ടിലേക്കോ നാട്ടിൽ നിന്ന് വിദേശത്തേക്കോ പോകുന്നതാവാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു കൊച്ചു യാത്രയായാലും വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അതാണ് 8 ഓഫ് വാണ്ട്സ് പറയുന്നത്. ദെൻ കിങ് ഓഫ് സോർഡ്സ് ആണ്. ഇവിടെ നൈറ്റ് ഓഫ് സോർഡ്സ് ഉണ്ട്, ഇവിടെ കിങ് ഓഫ് സോർഡ്സ് ഉണ്ട്. അപ്പോൾ സോഡ് എനർജി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ബുദ്ധിപരമായിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ബുദ്ധിയിൽ നിങ്ങൾ വളരെ ക്ലവറായിട്ട് ഒരു തീരുമാനം എടുക്കും. ഇതിപ്പോൾ ഒരു മെസ്സേജ്, ഒരു കോൾ വരുമെന്ന് നമ്മൾ പറഞ്ഞല്ലോ, അപ്പോൾ അതിനെ കൃത്യസമയത്ത് കൃത്യമായിട്ട് നിങ്ങൾ മറുപടി പറയാമെന്നുള്ളതാണ്. അവിടെ നിങ്ങളുടെ ഇമോഷനായിട്ട് ഒരു കാര്യവും പറയാൻ പാടില്ല. ഇമോഷണലി നിങ്ങളതിനെ കാണുകയേ ചെയ്യരുത്. നിങ്ങൾ വളരെ സ്റ്റബേണായിട്ട് നിൽക്കുക. ഇത് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫ് ഡിറ്റർമിനിങ് ആയിട്ടുള്ളൊരു കോളായിരിക്കാൻ സാധ്യതയുണ്ട്, ഒരു ഓഫർ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും അവിടെ വീണ് പോകാൻ പാടില്ല. നിങ്ങൾക്ക് പറയാനുള്ള ഡിമാൻഡുകൾ പറയുക, നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ, അവിടെ ഇമോഷണൽ ആയിട്ടുള്ളൊരു കാര്യവും പാടില്ല എന്നാണ്. കാരണം കിങ് ഓഫ് സോഡ് എന്ന് പറയുന്നത് ഹെഡ് ഓവർ ഹാർട്ടാണ്. ഹാർട്ട് വെച്ചിട്ടല്ല, ടുഡേ യു ഹാവ് ടു ടേക്ക് ഡിസിഷൻ വിത്ത് യുവർ
ബ്രെയിനാണ്. അപ്പോൾ ബ്രെയിൻ നിങ്ങളുടെ തലച്ചോറ് ഉപയോഗിക്കണം, നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അവിടെ ഇമ്പാർഷ്യൽ ആയിരിക്കണം, ഇമോഷൻസിനെ കൊണ്ടുവന്ന് മിക്സ് ചെയ്യുകയേ ചെയ്യരുത്. അവർ പലതും പറഞ്ഞ് നിങ്ങളെ ബാർഗെയിൻ ചെയ്യാനും നിങ്ങളെ ഇമോഷണലി ടാക്കിൾ ചെയ്യാനൊക്കെ ശ്രമിക്കും. നിങ്ങളത് വീണ് പോകരുതെന്നാണ് ഈ കിങ് ഓഫ് സോഡ്സും 8 ഓഫ് വാൺസും ഒരുമിച്ച് വരുമ്പോൾ പറയാനുള്ളത്. ആ കോളിൽ എന്തെങ്കിലും ഇമോഷണൽ ആയിട്ടുള്ള കാര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, നിങ്ങളതിൽ വീണ് പോകരുത്. ഓക്കെ, ഇന്ന് ക്ലാരിറ്റിയോട് കൂടി സംസാരിക്കണം, കൃത്യം ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. നിങ്ങളിന്ന് രാജാവിൻ്റെ എനർജിയാണ്, കിങ്ങിൻ്റെ എനർജിയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു ഡിസിഷൻ ആയിരിക്കണം നിങ്ങൾ ഇന്ന ദിവസം എടുക്കേണ്ടത്. ദെൻ 5 ഓഫ് കപ്സ് ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് താൽക്കാലികമായിട്ട് നഷ്ടപ്പെട്ടു പോയി എന്ന് തോന്നാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഒരു ഓഫർ ആയിരിക്കാം, നിങ്ങളുടെ ഒരു നിങ്ങൾ ബാർഗെയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്നൊക്കെ തോന്നാനൊക്കെ സാധ്യതയുണ്ട്. ചിലപ്പോൾ അത് മേ ബി പാസ്റ്റിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു കാര്യമായിരിക്കാം, അതിനെ ഓർത്ത് നിങ്ങൾ റിഗ്രറ്റ് ചെയ്യുന്നതായിരിക്കാം. ചിലപ്പോൾ ഈ ഒരു ഫോൺ കോളിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുന്നതായിരിക്കാം. അതൊന്നും ഡസൻ മാറ്റം, നിങ്ങൾക്കുള്ളത് നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരും. ഇത് പാസ്റ്റിൽ നഷ്ടപ്പെട്ട എന്തോ ഒരു കാര്യത്തെ ഓർത്ത് നിങ്ങൾ ദുഃഖിച്ചിരിക്കുന്ന ഒരു എനർജിയാണ് ഈ 5 ഓഫ് കപ്സ്. അവിടെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഈ സെയിം മെസ്സേജ് വരുന്നുണ്ട്. നിങ്ങളൊരു നിരാശയിലിരിക്കുന്നു എന്നാണ്. അതായത് പാസ്റ്റിലുണ്ടായിരുന്ന ഒരു സന്തോഷം അത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അപ്പോൾ അത് ഓർത്തിട്ട് അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇല്ലല്ലോ, അല്ലെങ്കിൽ അത് പോയല്ലോ, നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള വേദനയിലിരിക്കുന്നതാണ് കാണുന്നത്. അവിടെ ആ വേദനയിൽ നിങ്ങൾ ഇരിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് മറ്റ് പലതരം സന്തോഷങ്ങൾ ഇപ്പുറത്ത് യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാന്നുള്ളതാണ്. നിങ്ങൾക്ക് പോകാനുള്ള വഴി മറ്റൊന്നായതുകൊണ്ടാണ് നിങ്ങൾ അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് വിടുന്നത്. അപ്പോൾ നിങ്ങൾ അതിലൂടെ നിങ്ങൾക്ക് തുറന്നു കിട്ടുന്ന വഴിയിലൂടെ പോവുക, നിങ്ങൾക്ക് വിസിബിളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് 5 ഓഫ് കപ്സ് പറയുന്നത്. നിങ്ങൾ പാസ്റ്റിലത്തെ വേദനയിൽ ഇരുന്നിട്ട് ഇനി പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല, അതിൽ നിന്നൊരു പാഠം ഉൾക്കൊള്ളുക, മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രമാണ് കേട്ടോ. അപ്പോൾ 5 ഓഫ് കപ്സ് അതാണ് പറയുന്നത്. പാസ്റ്റിനെ ഓർത്ത് റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യമില്ല, യു ഹാവ് ടു മൂവ് ഓൺ. ദെൻ 6 ഓഫ് കപ്സ് ആണ്. ഇതൊരു ഓഫർ വരുന്നതിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഒരു ഓഫർ വന്നു അത് തട്ടിത്തെറിച്ച് പോയി എന്ന് പറഞ്ഞിട്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വീണ്ടും ഓഫേഴ്സ് യൂണിവേഴ്സായിട്ട് കൊണ്ട് തരുന്നുണ്ട്. അപ്പോൾ 6 ഓഫ് കപ്പ് ഒരു ഓഫറിൻ്റെ കാർഡാണ്. മേ ബി നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്കൊരു ഓഫർ കിട്ടുന്നതായിരിക്കാം, ഒരു സഹായം കിട്ടുന്നതായിരിക്കാം, നിങ്ങൾക്കൊരു ജോബ് ഓഫറോ അതുപോലെ പണം തരാമെന്ന് പറഞ്ഞ സഹായം കിട്ടുന്നതോ അങ്ങനെ എന്തെങ്കിലും ആകാൻ സാധ്യതയുണ്ട്. മേ ബി നിങ്ങളുടെ സിബ്ലിങ്സ്, നിങ്ങളുടെ ബ്രദറോ സിസ്റ്ററിൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കൊരു സഹായം വന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു ഓഫർ വന്ന് കിട്ടാൻ സാധ്യതയുള്ളവർ കാണുന്നുണ്ട്. 6 ഓഫ് കപ്സ് അതാണ് പറയുന്നത്. പിന്നെ ഇതൊരു റീയൂണിയൻ്റെ കാർഡാണ്. നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുള്ള ആളുകൾ നിങ്ങളിലേക്ക് വൈകാരികമായി അടുത്ത് വരുന്ന ഒരു എനർജിയാണ് ഈ 6 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു നൊസ്റ്റാൾജിയുടെ കാർഡാണ്. അതായത് പാസ്റ്റിൽ നടന്നുപോയ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുക, ആ ആളുകളെക്കുറിച്ച് ഓർക്കുക, ആ ഇടങ്ങളെക്കുറിച്ച് ഓർക്കുക. മേ ബി നിങ്ങൾ പണ്ട് ജനിച്ച് വളർന്ന നാട്ടിലോ ജോലി ചെയ്തിരുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ നിങ്ങൾ ഇമോഷണലി കണക്റ്റഡ് ആയിരുന്ന ഏതോ ഒരു സ്ഥലത്തേക്ക് പോവുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുകയോ ചെയ്യുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള ആളുകളെ കാണുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടോ, നിങ്ങളുടെ പഴയ ഫ്രണ്ടോ, നിങ്ങളുടെ കൊളീഗോ അല്ലെങ്കിൽ നിങ്ങളുടെ നെയ്ബറോ അങ്ങനെയുള്ള ആരെങ്കിലും കാണുക, അവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ കേൾക്കുക, അങ്ങനെയുള്ളൊരു കാര്യം സംഭവിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളിപ്പോൾ പഴയ ഓർമ്മകളിലും എനർജിയിലും ഇരിക്കുന്നു എന്നാണ് 6 ഓഫ് കപ്സ് പറയുന്നത്. പഴയ കാര്യങ്ങൾ ഓർത്ത് ഇരിക്കുന്നതാണ് കേട്ടോ. ദെൻ വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. വളരെ ഭാഗ്യമുള്ള ദിവസമാണ്. മേ ബി നിങ്ങൾക്ക് നല്ല ഭാഗ്യം, ഈ പറഞ്ഞ ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നു എന്ന് പറഞ്ഞില്ലേ, അത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു ലക്കായിരിക്കും കേട്ടോ. പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കോൺഫ്ലിക്റ്റ് ഒക്കെ തോന്നുമെങ്കിലും അത് നിങ്ങൾക്ക് ലക്കായിട്ടാണ് കൊണ്ടുവരുന്നത്. അത് നിങ്ങളുടെ ഒരു കാർമികായിട്ടുള്ള സിറ്റുവേഷൻസ് എൻഡായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിവാർഡായിട്ട് ഭാഗ്യം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ്. അപ്പോൾ ചിലപ്പോൾ ലോട്ടറി ഒക്കെ എടുക്കുന്നവർക്ക് ലോട്ടറി അടിക്കാൻ സാധ്യതയുണ്ട്, ചിട്ടി അടിക്കാൻ സാധ്യതയുണ്ട്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പണം കിട്ടാൻ സാധ്യതയുണ്ട്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ജോബ് ഓഫർ, ചിലപ്പോൾ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുള്ള സഹായം, വെറുതെ വഴി കിടന്ന് പൈസ കിട്ടുക, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ വെറുതെ കിട്ടുന്ന പൈസയ്ക്ക് മൂല്യമില്ല. ആ പൈസ നമുക്ക് ഉപയോഗിക്കാനും പൂർണ്ണമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അത് ശരിയല്ല. അപ്പോൾ അതിനകത്തൊരു എന്തെങ്കിലും ഒരു ഭാഗം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും കൂടെ വിനിയോഗിക്കുക. കാരണം വെറുതെ കിട്ടുന്ന പണത്തിന് നമ്മൾ വിയർത്തുണ്ടാക്കിയ പണമല്ലല്ലോ, അപ്പോൾ അതിൻ്റേതായ ഒരു നെഗറ്റിവിറ്റി ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ളൊരു ദിവസമാണ്, വളരെ ഭാഗ്യമുള്ള ദിവസമാണ്. നിങ്ങളുടെ ഒരു കാർമിക് സിറ്റുവേഷൻ എൻഡ് ആവുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു എനർജി, ഒരു ഭാഗ്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. ബോട്ടം ആണെങ്കിലും 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. പല സോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ധാരാളം പണം വന്ന് കിട്ടുമെന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പലയിടത്തുനിന്ന് ഓഫർ വരുന്നതായിട്ട് കാണുകയും ചെയ്തല്ലോ. അപ്പോൾ 10 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് പല സോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് പണം ധാരാളമായിട്ട് വന്ന് കിട്ടും എന്നാണ് 10 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. മാത്രമല്ല വീടുമായി ബന്ധപ്പെട്ടും പണം കിട്ടുക, വീടുമായി ബന്ധപ്പെട്ട് പണം കിട്ടുക, അല്ലെങ്കിൽ വീടിന് വേണ്ടിയിട്ട് പണം ഇൻവെസ്റ്റ് ചെയ്യുക, EMI ഒക്കെ അടയ്ക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് വീടിന് വേണ്ടിയിട്ട് പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതോ
വീടുമായി ബന്ധപ്പെട്ടിട്ട് വീട് വാങ്ങിക്കുക, വിൽക്കുക, വീടിൻ്റെ എന്തെങ്കിലും റെനോവേഷൻ ചെയ്യുക, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യമായിരിക്കും. അങ്ങനെയുള്ളൊരു എനർജി കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ധാരാളം പണം വരുമെന്ന് കാണുന്നുണ്ട് കേട്ടോ. 10 ഓഫ് പെൻറ്റക്കിൾസ് വലിയ സോഴ്സിൽ നിന്ന് പണം കിട്ടുന്ന ഒരു എനർജിയാണ്. ധാരാളമായി പണം കിട്ടുമെന്നാണ്. 3 ഓഫ് പെൻറ്റക്കിൾസും പണം കിട്ടുമെന്നാണ് പറയുന്നത്. ജോലി ചെയ്യുക, പണം കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് മൊത്തത്തിലൊരു കൊള്ളാവുന്ന ദിവസമാണ്, അടിപൊളിയാണ്. സ്റ്റാർ കാർഡ് നമ്മൾ ഫസ്റ്റ് കാർഡ് തന്നെ പറഞ്ഞു, പ്രതീക്ഷയോട് കൂടി ഇരിക്കാൻ പറ്റുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ദിവസമാണെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും നല്ല ദിവസമാണെന്ന് മനസ്സിൽ കുറിച്ചിട്ട് സന്തോഷമായിട്ടിരിക്കുക. വഴക്കുകൾ ഉണ്ടാകാൻ വരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മാക്സിമം ഒഴിവായി നിൽക്കുക. നമ്മുടെ എനർജീനെ ഭയങ്കരമായിട്ട് ഡ്രെയിൻ ചെയ്യുന്നൊരു കാര്യമാണ് ഈ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ എനർജി ഫിസിക്കലി നമ്മുടെ എനർജി പോകും, മെൻ്റലി നമ്മൾ ഭയങ്കരമായിട്ട് ഡ്രെയിൻഡ് ആവും. മറ്റൊരാളോട് ആർഗ്യൂ ചെയ്യുമ്പോൾ അവരുടെ എനർജി ആയിട്ട് നമ്മൾ ക്ലാപ്സ് ആകുമ്പോഴേ ഭയങ്കര പ്രശ്നമാവും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ജനറൽ ഗൈഡൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളായിട്ട് റെസനേറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ നാളെ വന്നിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇന്നലത്തെ റെസനേറ്റ് ആയെങ്കിൽ ഇന്നൊന്ന് പറയാനും മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യണം. ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.